ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബൈസൺ എന്ന തമിഴ് മൂവിയാണ്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ആണ്. അവിടെ നടക്കുന്ന കബഡി മത്സരത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ മൂവിയിലെ നായകനായ കിട്ടനും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കിട്ടനെ അവന്റെ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാത്രമാണ് എടുത്തുന്നത്. കളിയിലേക്കൊന്നും തന്നെ അവനെ ഇറക്കുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അവൻ ഇവിടെ വരെയെങ്കിലും എത്തിയത്. എന്നിട്ടും അവൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ ലൈഫിൽ അവൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇനി നമ്മളെ കാണിക്കാൻ പോകുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിലെ സ്കൂളില് ബാക്കി എല്ലാ കുട്ടികളും പ്രേയറിന് പോകുന്ന സമയത്ത് ആ കുട്ടികളുടെയൊക്കെ ടിഫിൻ ബോക്സ് ആരും കാണാതിരുന്ന് കഴിക്കുകയായിരുന്നു കിട്ടൻ. അതുകൊണ്ട് PT സാർ അവനെ വന്ന് കുറെ വഴക്ക് പറയുക അടിക്കുകയും ചെയ്യുന്നു. അവന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. എന്നാൽ അവന് അമ്മയുണ്ടായിരുന്നില്ല, അച്ഛനും സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കിട്ടന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം തന്നെ അവനെ കൊണ്ടാവുന്ന വിധം അവൻ ഓടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ അമ്മയെക്കുറിച്ച് ആലോചിച്ച് വിഷമം വന്ന കാരണം അവനാകട്ടെ ആ ഗ്രൗണ്ടിന് ചുറ്റും കിടന്ന് ഓടുന്നു. PT സാർ ചോദിക്കുന്നുണ്ട്, അമ്മയെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്ന്. അവൻ പറയുന്നുണ്ട് തനിക്ക് അമ്മയില്ലാന്ന്. താനിങ്ങനെ ഓടുന്നത് താൻ നല്ലൊരു കബഡി പ്ലെയർ കൂടി ആയതുകൊണ്ടാണ്. അവന്റെ നാട്ടിലുള്ള എല്ലാവർക്കും കബഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും വലിയൊരു കബഡി പ്ലെയർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അവന്റെ കഴിവ് നോക്കാൻ വേണ്ടിയിട്ട് PT സാർ ആ സ്കൂളിലെ കബഡി ടീമിലേക്ക് അവനെ ഇറക്കി വിടുന്നു. അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവന്റെ കഴിവ് കണ്ടിട്ട് അവന് നല്ലൊരു ഭാവിയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. കിട്ടന്റെ ഗ്രാമത്തിന് തന്നെ ഒരു കബഡി ടീം ഉണ്ടായിരുന്നു. എന്നാൽ ആ ടീമിൽ ഇറങ്ങി കളിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവനെ ചേർക്കില്ല. കാരണം സുന്ദരം എന്ന് പറയുന്ന ഒരാളാണ്. അയാളാണ് ആ കബഡി ടീമിന്റെ എല്ലാമായിട്ടുള്ള വ്യക്തി. അയാൾക്ക് കിട്ടന്റെ അച്ഛനുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കിട്ടന്റെ അച്ഛന്റെ പേര് വേലുസ്വാമി എന്നാണ്. ഇവരുടെ ഗ്രാമത്തിലെല്ലാം തന്നെ ആരാധിക്കുന്ന കാലമാടൻ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ മുന്നിൽ കോലം കെട്ടിയാടുന്നത് സാധാരണ കിട്ടന്റെ അച്ഛനാണ്. എന്നാൽ ആ അവസരം സുന്ദരത്തിന് വേണമെന്ന് പറഞ്ഞ് അയാൾ നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടന്റെ അച്ഛൻ വേലുസ്വാമി കൊടുക്കാത്ത കാരണമാണ് സുന്ദരം അയാളുമായിട്ട് വഴക്കിട്ടത്. അതുകൊണ്ട് സുന്ദരം നയിക്കുന്ന ആ ഗ്രാമത്തിലെ കബഡി ടീമില് കിട്ടനെ അയാൾ കളിപ്പിക്കില്ല. PT സാറ് കിട്ടനെ വിളിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ ഒരു കടയിലേക്ക് കയറ്റി. എന്നാൽ അവിടെ ഇരുന്ന ആൾക്കാർ PT സാറിനോട് ചോദിക്കുന്നുണ്ട് ഇവൻ നമ്മുടെ ജാതിയിൽപ്പെട്ട ആളാണെന്ന്. എന്നാൽ ഇത് കേട്ട PT സാർ അവരെയൊക്കെ വഴക്ക് പറയുന്നു. ഇക്കാലത്തും എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചിട്ട്. പൊതുവെ ആ നാട്ടില് ജാതി വിവേചനം കൂടുതലായിരുന്നു. കിട്ടൻ അത് ചെറുപ്പം മുതലേ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദേശത്തുള്ള ആൾക്കാര് രണ്ടായിട്ട് ചേരിതിരിഞ്ഞിട്ടുണ്ട്. രണ്ടാൾക്കാരുടെ കീഴിലാണ് ഈ ജനങ്ങളെല്ലാം തന്നെ കൂടിയിരിക്കുന്നത്. അതിലൊരാളുടെ പേര് പാണ്ഡ്യരാജ് എന്നും രണ്ടാമത്തെ ആളുടെ പേര് കന്ദസ്വാമി എന്നുമാണ്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ പാണ്ഡ്യരാജിന്റെ ആൾക്കാർ വന്നിട്ട് കന്ദസ്വാമിയുടെ ആൾക്കാരെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുന്നു. കിട്ടനും ഇതെല്ലാം കണ്ടു നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ കിട്ടന്റെ അച്ഛൻ വേലുസ്വാമി ഇതറിഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സാക്ഷി പറയാനൊന്നും നിൽക്കണ്ട എന്ന്. കാരണം പാണ്ഡ്യരാജ് ഈ നാടിന് ഒരുപാട് നല്ലതേ ചെയ്തിട്ടുള്ളൂ. പണ്ട് ഈ നാട്ടില് ഒരുപാട് ജാതി വിവേചനം ഉണ്ടായിരുന്നു. അതിനെ എല്ലാം തന്നെ തരണം ചെയ്ത് മുകളിലേക്ക് വന്ന ആളാണ് പാണ്ഡ്യരാജ്. എല്ലാവരും ഒരുപോലെ കാണണമെന്നും ജാതിയുടെ പേരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാനോ തല്ലാനോ പാടില്ല എന്നും പാണ്ഡ്യരാജ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടന്റെ അച്ഛൻ വേലുസ്വാമി പാണ്ഡ്യരാജിനെയായിരുന്നു തന്റെ നേതാവായിട്ട് കണ്ടിരുന്നത്. ഒരിക്കൽ ഗ്രാമത്തിലെ കുളത്തിൽ നിന്നും മീൻ പിടിക്കാനുള്ള ടെൻഡർ മുഴുവൻ കന്ദസ്വാമിയുടെ ആൾക്കാര് നേടിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനെ പാണ്ഡ്യരാജ് എതിർത്തു. ആ വാക്കുതർക്കത്തില് കന്ദസ്വാമിയുടെ സഹോദരനെ പാണ്ഡ്യരാജ് കൊല്ലുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് രണ്ടു കൂട്ടരും തമ്മിൽ വലിയ ശത്രുതയായി. പരസ്പരം തങ്ങളുടെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലു എന്നുള്ളൊരു അവസ്ഥയായി. തന്റെ മകൻ കബഡിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ഈ വേർതിരിവുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവനും ഈ അടിപിടികളിൽ ചെന്നപ്പെടുമോ എന്ന് വേലുസ്വാമിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അയാള് തന്റെ മകനെ പൊത്തിയാണ് വളർത്തിയിരുന്നത്. PT സാറിനോട് അയാൾ പറയുന്നുണ്ട്, ഇവനെ കബഡി കളിക്കാനൊന്നും ഞാൻ വിടില്ല എന്ന്. എന്നാൽ കിട്ടന്റെ സഹോദരി രാജി അവനെയായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛനോട് അവളും പറഞ്ഞു നോക്കിയെങ്കിലും വേലുസ്വാമി സമ്മതിച്ചില്ല. എന്നാൽ അവൻ അതിൽ നല്ല കഴിവുണ്ട്, അവന് നല്ല ഭാവിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് PT സാർ ഒരു വിധത്തിൽ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. അവൻ തൽക്കാലം സ്കൂൾ ടീമിലൊക്കെ കളിച്ചു തുടങ്ങി. ഒരു ദിവസം വേലുസ്വാമിയും രാജിയും കിട്ടനും ചേർന്നിട്ട് ഒരാടിനെ ദൂരെയുള്ളവരുടെ അമ്പലത്തിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ബസ്സിൽ വെച്ച് ആ ആട് ഒരാളുടെ കാലില് യൂറിനേറ്റ് ചെയ്യുന്നു. അതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. അയാൾ തന്റെ അച്ഛനെ ചവിട്ടിയത് കാരണം കിട്ടനാകട്ടെ അയാളുമായിട്ട് വഴക്കിടുകയും അയാളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ദേഷ്യത്തിൽ അയാൾ അവരുടെ ആടിനെ കൊന്നു. പിന്നീട് ആ സംഘർഷം വലുതായി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിക്കിടെ കിട്ടനാകട്ടെ ആരുടെയോ കയ്യിൽ നിന്നും താഴെ വേണ്ടി ഒരു കത്തിയെടുത്ത് എതിരാളിയെ കൊല്ലാൻ വരെ തുനിയുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. ഒരു വിധത്തിലാണ് വേലുസ്വാമി അവനെ പിടിച്ചു മാറ്റിയത്. ഇതേ വാശിയും വീറും കൊണ്ട് നീ കബഡി കളിക്കാൻ പോയാലും അവിടെ ഉണ്ടാകുന്ന സംഘർഷത്തിൽ നീ ആരെങ്കിലും കൊല്ലുമെന്ന് അയാൾ പറയുന്നു. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഇനി കബഡി കളിക്കാൻ പോകരുത്, അതെനിക്ക് സത്യം ചെയ്തു തരണമെന്നും അയാൾ പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ അച്ഛന്റെ നിർബന്ധം കാരണം താൻ നീ ഒന്നിനും പോകില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സത്യം ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ട് അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയായ റാണിയാകട്ടെ അവനോട് വന്ന് വഴക്കിടുന്നു. നീ എന്തിനാ ഇനി കബഡി കളിക്കില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് റാണി ശരിക്കും കിട്ടന്റെ സഹോദരി രാജിയുടെ കൂടെ പഠിച്ചതാണ്. അവനേക്കായാലും വയസ്സിന് മൂത്തതായിരുന്നു. എന്നാൽ അവൾക്ക് കിട്ടനോട് പ്രണയമായിരുന്നു. കിട്ടനും അവളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. ഇതൊന്നും തന്നെ ഇവരുടെ വീട്ടുകാർക്ക് അറിയില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ചെളിയിൽ കിടന്ന് അവർ ഉരുളുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിന്ന കുറെ കുട്ടികളാകട്ടെ റാണിയുടെ സഹോദരനോട് ഈ കാര്യം പോയി പറയുന്നു. റാണിയുടെ സഹോദരൻ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സുന്ദരൻ തന്നെയായിരുന്നു. ഓൾറെഡി സുന്ദരത്തിന് വേലുസ്വാമിയോടും കിട്ടനോടും ഒക്കെ ഇഷ്യൂ ഉണ്ട്. അതോടുകൂടി തന്റെ സഹോദരിയുമായിട്ട് ഇവന് ബന്ധമുണ്ടെന്നറിഞ്ഞതോടെ അയാൾ ആകെ ദേഷ്യത്തിൽ വന്നിട്ട് വേലുസ്വാമിയുടെ വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊക്കെ അറിഞ്ഞിട്ട് രാജിയാകട്ടെ റാണിയോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്റെ കൂടെ പഠിച്ചതല്ലേ, അവനെ അനിയനായിട്ടല്ലേ കാണേണ്ടത്, പിന്നെന്തിനാ നീ അവനുമായിട്ട്
അവനുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നതെന്ന്. അവനും നിന്നോട് ഇഷ്ടമുണ്ടോന്ന് ചോദിക്കുമ്പോൾ റാണി പറയുന്നുണ്ട് ഞാനാണ് അവന്റെ പിറകെ പോയതെന്ന്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അവനും എന്നോട് ഇഷ്ടമുണ്ട്. അതവർക്ക് കുട്ടിക്കാലം മുതൽ മനസ്സിൽ തോന്നിയ ഇഷ്ടമാണ്. അന്ന് പ്രായമൊന്നും തന്നെ അവർ കണക്കാക്കിയിരുന്നില്ല. അവർ വളർന്നു തുടങ്ങിയപ്പോൾ അവരുടെ ഇഷ്ടവും അവരുടെ കൂടെ വളർന്നു. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ദേഷ്യവും വിഷമവും വന്ന് നമ്മുടെ കിട്ടനാകട്ട് റോഡിലൂടെ കിടന്ന് ഓടുകയായിരുന്നു. അപ്പോൾ PT സാർ അവനെ കാണുകയും അവനോട് കാര്യം ചോദിക്കുകയും ചെയ്യുന്നു. അച്ഛൻ തന്നോട് കബഡി കളിക്കണമെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും നീ കാര്യമാക്കേണ്ടെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ബസ്സിൽ വെച്ച് അവനുമായിട്ട് വഴക്കുണ്ടാക്കിയ ആ ആൾക്കാരെ വഴിയിൽ വെച്ച് കാണുകയും അവരാകട്ടെ ഇവനെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. PT സാർ ഇടപെട്ടാണ് ഒടുവിൽ അതൊന്ന് സോൾവ് ആക്കിയത്. ശരിക്കും ആ ആൾക്കാര് കന്ദസ്വാമിയുടെ ആൾക്കാരായിരുന്നു. ഈ PT സാറും തന്റെ നേതാവായിട്ട് കന്ദസ്വാമിയാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ കിട്ടന്റെ അച്ഛനാകട്ടെ നേതാവായിട്ട് കാണുന്നത് പാണ്ഡ്യരാജനെയും. രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഒരു വിധത്തിൽ PT സാർ വന്ന് വേലുസ്വാമിയോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അവന്റെ ഭാവി ആലോചിച്ചിട്ട് അവനെ കബഡി കളിക്കാൻ വിടണമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അവന് കബഡി കളിക്കാൻ ഒരു അവസരം കിട്ടി. അവിടെ നാട്ടിൽ നടന്ന ഒരു കബഡി മത്സരത്തിൽ അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അതുകൊണ്ട് ആ നാട്ടുകാരെല്ലാം തന്നെ അവന്റെ കഴിവ് മനസ്സിലാക്കി അവനെയും ആ ഗ്രാമത്തിലെ കബഡി ടീമിൽ കളിപ്പിക്കണമെന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. ഇത് സുന്ദരത്തിന് ഇഷ്ടപ്പെട്ടില്ല. സുന്ദരത്തിനോട് അഭിപ്രായം പോലും ചോദിക്കാതെ അവൻ ആ ഗ്രാമത്തിന്റെ ജേഴ്സിയും അവർ കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് കുറെ മത്സരങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലെല്ലാം തന്നെ റാണി ആ മത്സരങ്ങൾ കാണാൻ വരുമ്പോൾ സുന്ദരമാകട്ടെ അവളെ അവിടെ നിന്നും അടിച്ചോടിച്ചു വിടുമായിരുന്നു. ഒരു സൈഡിൽ കിട്ടൻ തന്റെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരുന്നു. അതേസമയം അവസരം കിട്ടിയപ്പോൾ കന്ദസ്വാമിയുടെ ആൾക്കാരാകട്ടെ പാണ്ഡ്യരാജനെ ആക്രമിക്കുന്നു. അയാൾക്ക് ഒരുപാട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. സംഭവം കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും പാണ്ഡ്യരാജ് മരിച്ചു എന്ന് പറയാൻ തുടങ്ങി. അതോടുകൂടി പേടിച്ചുപോയ വേലുസ്വാമിയാകട്ടെ മാർക്കറ്റിൽ നിന്ന് കിട്ടനോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയുന്നു. അവനും ചോദിക്കുന്നുണ്ട് അച്ഛനെന്തിനെ ഇങ്ങനെ പേടിക്കുന്നതെന്ന്. എന്നാൽ ഇവിടെ ഇതിന്റെ പേരിൽ വലിയ കലാപം നടക്കും, അതുകൊണ്ട് നീ പെട്ടെന്ന് വരാനാണ് അയാൾ പറയുന്നത്. കന്ദസ്വാമിയുടെ പാണ്ഡ്യരാജന്റെ ആൾക്കാർ തമ്മിൽ നാട്ടിലെങ്ങും പ്രശ്നം തുടങ്ങി. അതിനിടയിൽ വെച്ചിട്ട് ബസ്സിൽ വെച്ച് അടിയുണ്ടാക്കിയ കന്ദസ്വാമിയുടെ ആൾക്കാര് കിട്ടനെ കാണുകയും വീണ്ടും അവനെ അടിക്കാൻ വരികയും ചെയ്യുന്നുണ്ട്. അവനും അവരെ തിരിച്ചടിച്ചു. അവരാകട്ടെ അവന്റെ കൈ ഒടിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവങ്ങളിൽ അറിഞ്ഞിട്ട് PT സാർ അവനോട് വന്ന് പറയുന്നുണ്ട് ഈ വക പ്രശ്നങ്ങളിലൊന്നും നീ പോയി പെടാത്തതാ നല്ലതെന്ന്. പാണ്ഡ്യരാജ് മരിച്ചിട്ടില്ല. ഡോക്ടേഴ്സ് അയാളുടെ ജീവൻ രക്ഷിച്ചു. ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട്. നിന്റെ കൂട്ടത്തിൽ ആരുമായിട്ടെങ്കിലും നീ അടിയുണ്ടാക്കുകയാണെങ്കിൽ തമ്മി അടിച്ചത് തീരത്തേ ഉള്ളൂ. മറിച്ച് നീയും എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ ചേരി തിരിഞ്ഞ് ആൾക്കാര് രണ്ടായിട്ട് മാറും. എന്നിട്ട് തമ്മി കലാപം ഉണ്ടാക്കും. അതുകൊണ്ട് നീ അടിപിടിയിലൊന്നും ചെന്നപ്പെടാതെ മര്യാദയ്ക്ക് കബഡിയിൽ ശ്രദ്ധിക്കാനാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ വയ്യാത്ത കൈയുമായിട്ട് അവൻ വീണ്ടും കബഡി കളിക്കാൻ ഇറങ്ങി തിരിച്ചു. ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് കന്ദസ്വാമിയും വന്നിട്ടുണ്ടായിരുന്നു. കന്ദസ്വാമിക്ക് കബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ജീവനാണ്. അയാളുടെ ടീമിന് എതിരായിട്ട് നിന്നായിരുന്നു കിട്ടൻ കളിക്കുന്നത്. കിട്ടന്റെ കളിയെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കന്ദസ്വാമിയാകട്ടെ അവർക്ക് എല്ലാവർക്കും ആഹാരം കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല തന്റെ ടീമിനെതിരെ നന്നായിട്ട് പെർഫോം ചെയ്ത കിട്ടനെ തന്റെ ടീമിലേക്ക് ചേർക്കാൻ അയാൾക്ക് ആഗ്രഹം തോന്നി. അത് അയാൾ PT സാർ മുഖേന വേലുസ്വാമിയും കിട്ടനെ അറിയിക്കുന്നു. കന്ദസ്വാമിയുടെ ടീമിൽ ചേർന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റ് ടീമിൽ വരെ കയറാൻ സാധിക്കുമെന്ന് PT സാറിന് അറിയാമായിരുന്നു. പക്ഷേ വേലുസ്വാമിക്ക് ആകെ ഒരു ഡൗട്ട് തോന്നുന്നു. കാരണം തങ്ങളൊക്കെ പാണ്ഡ്യരാജന്റെ ആൾക്കാരാണ്. കന്ദസ്വാമിയുടെ ടീമിലേക്ക് മകനെ വിട്ടുകഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നായിരുന്നു അയാൾക്ക് പേടി. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും കബഡി കളിയിൽ കന്ദസ്വാമി അതൊന്നും കൊണ്ടുവരാറില്ലായിരുന്നു. അയാൾ ജെനുവനായിട്ട് തന്നെയാണ് കബഡി പ്ലേയേഴ്സിനോട് പെരുമാറിക്കൊണ്ടിരുന്നതും അവരെ കളത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നോക്കണ്ട, കിട്ടന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്താണോ നല്ലത് അത് ചെയ്താൽ മതിയെന്ന്. ഒടുവിൽ വേലുസ്വാമിയും സമ്മതിക്കുന്നുണ്ട് കന്ദസ്വാമിയുടെ ടീമിലേക്ക് കിട്ടനെ പറഞ്ഞയക്കാൻ. അവൻ തന്റെ ടീമിൽ എത്തിയപ്പോൾ തന്നെ കന്ദസ്വാമിയാകട്ടെ ബസ്സിൽ വെച്ച് അവനുമായിട്ട് ഒടുക്കുണ്ടാക്കിയ തന്റെ ആൾക്കാരും അവനും തമ്മിലുള്ള എല്ലാ ഇഷ്യൂസും പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. ഇനി അവനുമായിട്ട് പ്രശ്നത്തിന് പോകരുതെന്നും പറഞ്ഞു. പിന്നീട് കിട്ടൻ കന്ദസ്വാമിയുടെ ടീമിന് വേണ്ടി നന്നായിട്ട് കളിക്കാൻ ആരംഭിച്ചു. അതേ ടൈമില് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ പാണ്ഡ്യരാജാകട്ടെ മറ്റൊരിടത്ത് തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. എങ്ങനെയെങ്കിലും കന്ദസ്വാമിയുടെ പകരം വിട്ടണമെന്നായിരുന്നു പാണ്ഡ്യരാജന്റെ ലക്ഷ്യം. ഒരു ദിവസം കബഡി പ്ലേയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ബാക്കി കുറച്ച് ആൾക്കാരും എല്ലാം തന്നെ കന്ദസ്വാമിയുടെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ കിട്ടനും ഉണ്ടായിരുന്നു. ആ സമയത്ത് പാണ്ഡ്യരാജ് അവിടെ ആക്രമിക്കുന്നു. കുറെ പേരെ വെട്ടിക്കൊല്ലുന്നു. കിട്ടൻ ആ സമയം ഇതെല്ലാം കണ്ട് പേടിച്ച് ഒരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. കന്ദസ്വാമി അവിടേക്ക് എത്തുമ്പോഴേക്കും പാണ്ഡ്യരാജന്റെ ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ആൾക്കാരെ കണ്ട് അയാളുടെ മനസ്സ് തകർന്നു. എന്നാൽ അതിൽ ബാക്കിയുണ്ടായിരുന്ന ചില ആൾക്കാര് കിട്ടന് നേരെ വിരൽ ചൂണ്ടുന്നു. ഇവൻ പാണ്ഡ്യരാജന്റെ കൂട്ടത്തിൽപ്പെടുന്ന ആളായിരുന്നില്ലേ, ഇവൻ ചിലപ്പോൾ ഒറ്റിക്കൊടുത്തതായിരിക്കും വരെ പലരും പറയാൻ തുടങ്ങി. എന്നാൽ കന്ദസ്വാമിക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം കിട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അവനെ സംബന്ധിച്ച് കബഡി കളിക്കുകയായിരുന്നു അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പല ആൾക്കാരും അവനോട് എന്തെങ്കിലുമൊക്കെ പറയുന്നു പേടിച്ചിട്ട് അവനോട് തൽക്കാലം വീട്ടിലേക്ക് പോകാൻ കന്ദസ്വാമി പറയുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ കണ്ട് അവന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ തന്റെ അച്ഛനോട് പോയി പറയുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം നടന്നപ്പോൾ എല്ലാവരും എന്റെ നേരെയാണ് വിരൽ ചൂണ്ടിയതെന്ന്. കിട്ടനെ സംബന്ധിച്ച് അവൻ പാണ്ഡ്യരാജന്റെ പക്ഷത്തോ കന്ദസ്വാമിയുടെ പക്ഷത്തോ നിൽക്കുന്നില്ല. പക്ഷേ ആൾക്കാരെപ്പോഴും ഒരു വ്യക്തിയെ ആരുടെയെങ്കിലും പക്ഷത്ത് നിൽക്കുന്ന ആളായിട്ട് കണ്ടിട്ടാണ് അവരോട് പെരുമാറുന്നത്. അവൻ അതിലെല്ലാം തന്നെ ദേഷ്യം വരാൻ തുടങ്ങി. അവൻ ഇതിനെപ്പറ്റി കന്ദസ്വാമിയോട് സംസാരിക്കുന്നു. അവൻ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ എപ്പോഴോ തുടങ്ങിയ അടിയാകട്ടെ ഇപ്പോഴും പരസ്പരം കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് പോലും ഇവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് തിരിച്ചൊന്നു കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമൂലം പ്രശ്നം ഉണ്ടാകുന്നത് ചുറ്റുള്ള ആൾക്കാർക്കാണെന്ന് ഇവർക്കും അറിയാം. പക്ഷെ ഇവരെ കൊണ്ട് ഇത് നിർത്താനും പറ്റുന്നില്ല. തന്റെ ടീമിൽ
ടീമിൽ നിന്നെന്ന് കരുതിയിട്ട് ഇനി ഇവനൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് വേറെ ഒരു നല്ല ടീമിലേക്ക് ഇവനെ അയക്കാൻ കന്ദസ്വാമി തീരുമാനിച്ചു. അങ്ങനെ അവൻ മറ്റൊരു ടീമിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് സ്റ്റേറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ പട്ടികയിൽ വരെ വന്നു. പിറ്റേന്ന് നടക്കുന്ന മാച്ചിലാണ് സ്റ്റേറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ നടക്കാൻ പോകുന്നത്. പക്ഷെ തലേന്ന് തന്നെ അവന്റെ കോച്ച് പറയുന്നുണ്ട് സ്റ്റേറ്റ് ടീമിലേക്കുള്ള അംഗങ്ങളെല്ലാം തന്നെ ഈ രാത്രി തന്നെ സെലക്ട് ചെയ്തവർ വെച്ചിട്ടുണ്ട്, നാളത്തെ മാച്ചൊക്കെ വെറുതെയാണെന്ന്. ഇത് കേട്ട് കിട്ടന് സഹിക്കാൻ പറ്റിയില്ല. അവൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പല ആൾക്കാരും അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ടീം അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ ഇതിനെപ്പറ്റി തന്റെ അച്ഛനോട് പറയുമ്പോൾ അവന്റെ അച്ഛൻ പറയുന്നുണ്ട് നീ അതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, നല്ല പോലെ നീ നാളെ കളിച്ചാൽ മതിയെന്ന്. അങ്ങനെ പിറ്റേന്ന് അവൻ നല്ല പോലെ പെർഫോം ചെയ്യുന്നു. സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരാളും അയാളുടെ മകളും അവന്റെ പെർഫോമൻസ് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനെയും ടീമിലേക്ക് എടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നി. അത് കാരണം നേരത്തെ അവർ ശരിയാക്കി വെച്ചിരുന്ന ആ ലിസ്റ്റിലേക്ക് അവന്റെ പേര് കൂടി അവർ ആഡ് ചെയ്യുന്നു. അതോടെ കിട്ടാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആ വ്യക്തിയും കബഡിയിലേക്ക് വന്നത് ഇവനെ പോലെ ഒരുപാട് സ്ട്രഗിളുകൾ നേരിട്ടാണ്. അതുകൊണ്ട് അവന്റെ വിഷമം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റി. കാണ്ടീബൻ എന്നായിരുന്നു അയാളുടെ പേര്. കിട്ടൻ ഇവിടെ സ്റ്റേറ്റ് ടീമിലൊക്കെ മത്സരിക്കാൻ നടക്കുമ്പോൾ റാണിയെ അവളുടെ സഹോദരൻ സുന്ദരമാകട്ടെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കിട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം തന്നെ അയാളോട് പോയി സംസാരിക്കാൻ തുടങ്ങി. റാണിയെ കിട്ടനെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം, അവൾക്ക് ഇഷ്ടപ്പെടാത്ത വിവാഹം നടത്തരുതെന്നും പറഞ്ഞു. എന്നാൽ അതൊന്നും തന്നെ സുന്ദരൻ കേൾക്കാൻ നിന്നില്ല. റാണിയുടെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണെന്ന് റാണി വഴി കിട്ടനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വിവാഹ ഉറപ്പിക്കലിന്റെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ റാണി ദേഷ്യത്തോടെ വന്ന് രാജുവുമായിട്ട് വഴക്കിടുന്നു. റാണി അനുഭവിക്കുന്നതെല്ലാം കണ്ടു നിൽക്കാതെ ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്നാണ് അവള് ചോദിക്കുന്നത്. പക്ഷെ രാജിക്കും വേലുസ്വാമിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം സുന്ദര അവളെ അവിടെ നിന്നും വലിച്ചഴിച്ചു കൊണ്ടുപോയി. അങ്ങനെ പിന്നീട് ഏഷ്യൻ ഗെയിംസിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുന്നതിന്റെ സമയമെത്തി. എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് കിട്ടനും സെലക്ഷൻ കിട്ടുമെന്ന്. കാരണം ബാക്കിയുള്ള കളികളിലെല്ലാം അവൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ റാണിയുടെ വിവാഹ ദിവസം എത്തി. താലിയെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പാണ്ഡ്യരാജനെയാണ് സുന്ദര അവിടേക്ക് വിളിച്ചത്. പക്ഷെ സുന്ദരത്തിന്റെ വൈഫ് പാണ്ഡ്യരാജനോട് പറയുന്നുണ്ട് ഈ വിവാഹത്തിൽ അവൾക്ക് താല്പര്യമില്ലെന്നും അവൾ കിട്ടനെയാണ് സ്നേഹിക്കുന്നതെന്നും. അവളുടെ താല്പര്യമില്ലാതെ നിർബന്ധപൂർവ്വം ഈ വിവാഹം നടത്തുന്നതിൽ പാണ്ഡ്യരാജു എതിർത്തു. അയാൾ സുന്ദരത്തിനെ അടിക്കുക വരെ ചെയ്യുന്നുണ്ട്. സുന്ദര അയാളോട് പറയുന്നത് അവൻ എങ്ങും എത്താൻ പോകുന്നില്ല, അവനൊരു ദരിദ്രനാണ് എന്നൊക്കെയാണ്. എന്നാൽ സുന്ദരത്തിന്റെ വൈഫ് പറയുന്നുണ്ട് ഒരിക്കലും അല്ല, അവൻ ഈ നാട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കബഡി കളിച്ച് സ്റ്റേറ്റ് ടീമും കടന്ന് ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അതൊക്കെ കേട്ടപ്പോ പാണ്ഡ്യരാജ് പറയുന്നുണ്ട് ഈ നാട്ടിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഉയരത്തിലേക്ക് എത്താൻ പോകുന്ന ഒരാളെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും അങ്ങനെയുള്ള അവനെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഇവിടെ കാത്തിരിക്കുന്നതിൽ എന്താ പ്രശ്നമെന്നും അയാൾ ചോദിക്കുന്നു. അവളുടെ വിവാഹം നടത്തുന്നുണ്ടെങ്കിൽ അത് കിട്ടന്റെ കൂടെ മാത്രമായിരിക്കുമെന്ന് അയാൾ അവൾക്കും വാക്കുകൊടുത്തു. അങ്ങനെ റാണിയുടെ ആ വിവാഹം മുടങ്ങി. കിട്ടനുമായിട്ട് തന്നെ അവളുടെ വിവാഹം നടത്താൻ അവിടെയുള്ള എല്ലാവരും തീരുമാനിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ് കിട്ടനും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് കാണ്ടീബൻ അവനോട് പറയുന്നത് ഇന്ത്യൻ ടീമിലേക്കുള്ള ലിസ്റ്റിൽ നിന്റെ പേരില്ല എന്ന്. എന്നാൽ കിട്ടന് അത് കേട്ടപ്പോ ഒരുപാട് സങ്കടവും തോന്നിയില്ല. കാരണം അവൻ അത് പ്രതീക്ഷിച്ചതായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വരെ എത്തിയതല്ലേ. ഒരുപാട് അടുത്തുനിന്ന് അവന് അവഗണന കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുമെന്ന് അവൻ നേരത്തെ കണ്ടതാണ്. ആ വിഷമത്തില് അവൻ പഴയ പോലെ റോഡിലിറങ്ങി ഓടാൻ തുടങ്ങി. എന്നാൽ കാണ്ടീബനോട് അയാളുടെ മകള് പറയുന്നുണ്ട് നമ്മളെ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിയതാണ് അവൻ. നമ്മള് മുകളിലുള്ളപ്പോ അവനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. അച്ഛന്റെ ജോലി പോയാലും വേണ്ടിയില്ല, അവനെ എങ്ങനെയെങ്കിലും ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ആ പെൺകുട്ടി പറയുന്നു. അയാളും അയാളുടെ മാക്സിമം ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് കന്ദസ്വാമിയുടെ ആൾക്കാര് പാണ്ഡ്യരാജന്റെ ചില ആൾക്കാരെ വെച്ച് തന്നെ അയാളെ ചതിച്ച് ഒരിടത്തേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് അയാളെ കൊല്ലുകയും ചെയ്തു. ഈ സംഭവം അറിഞ്ഞ് വേലുസ്വാമി ശരിക്കും ഞെട്ടിപ്പോയി. ഇനി നാട്ടിൽ എന്ത് കലാപവും നടക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് ഊഹിക്കാമായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെ കിട്ടനും അവിടേക്ക് വരുന്നു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് തനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ അവര് പറഞ്ഞു എന്ന്. ഇവിടെയൊന്നും ഇരിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് നമുക്ക് പോയെങ്കിലേ പറ്റൂന്ന് അയാൾ പറയുന്നു. എന്നാൽ കിട്ടൻ അതിനെ എതിർക്കുന്നു. നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്, നമ്മൾ ഇവിടെ സേഫ് അല്ലേ, ഇവിടുന്ന് എത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി ഒളിക്കുന്നത്. എന്നാൽ അയാൾ പറയുന്നുണ്ട് നമ്മുടെ തലവിധി ഇങ്ങനാണെന്ന്. രണ്ടാൾക്കാർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോഴും നമ്മൾ നമ്മുടെ ജീവന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കേണ്ടി വരും. എന്നാൽ തനിക്ക് മതിയായി എന്നാണ് കിട്ടൻ പറയുന്നത്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചിരിക്കുന്ന സമയത്താണ് അവന്റെ വീട്ടിലേക്ക് ഒരു കോള് വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്ത് അവർക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ് കിട്ടുന്നത്. കാരണം ഇന്ത്യൻ ടീമിലേക്ക് അവനെ സെലക്ട് ചെയ്തു. അവൻ ഇന്ന് രാത്രി തന്നെ അവിടേക്ക് എത്തിയെങ്കിലേ പറ്റൂ. നാട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവനെ എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് ഇവിടെ നിന്ന് വണ്ടി കയറ്റി വിടണമെന്ന് മാത്രമേ വേലുസ്വാമിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അയാള് തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്തിയെടുത്ത് അരയിൽ വെച്ചിട്ട് അവന്റെ സാധനങ്ങളുമായിട്ട് രാത്രിയിൽ അവിടെ നിന്നും പോവുകയാണ്. പാണ്ഡ്യരാജ് മരിച്ചതറിഞ്ഞിട്ട് എല്ലാവരും ആകെ സങ്കടത്തിലായിരുന്നു. കന്ദസ്വാമിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാര് അവിടെ എല്ലാം തന്നെ തിരഞ്ഞു നടക്കുകയാണ്. ഒടുവിൽ കന്ദസ്വാമിയുടെ ഒരാള് തന്നെ പോലീസുകാർക്ക് അയാളെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ പോലീസുകാര് എൻകൗണ്ടറിൽ കന്ദസ്വാമിയെ കൊന്നു. അതോടെ പ്രശ്നം രൂക്ഷമായി. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും. സംശയാസ്പദമായിട്ട് കാണുന്ന എല്ലാവരെയും തന്നെ പോലീസുകാർ പിടിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് വേലുസ്വാമി തന്റെ മകനെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അയാളെ പരിശോധിച്ചപ്പോൾ അയാളുടെ കയ്യിൽ കത്തിയിരിക്കുന്നത് കണ്ടിട്ട് പോലീസുകാർ വിചാരിക്കുന്നുണ്ട് ഇയാളും ഈ കലാപത്തിൽ പങ്കെടുക്കുകയാണെന്ന്. എന്നാൽ അയാൾ കരഞ്ഞു പറയുന്നുണ്ട് ഞാൻ എന്റെ മകനെ വേറൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്, ഈ കത്തി കണ്ടിട്ട് സാറൊന്നും വിചാരിക്കരുതെന്ന്. എന്നാൽ പോലീസുകാര്
അയാളെ അടിക്കുന്നു. ദേഷ്യത്തിൽ കിട്ടൻ പോലീസുകാരെ അടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോലീസുകാരും അവനുമായിട്ടുള്ള അടിയില് അവർക്ക് രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. വേലുസ്വാമി കരഞ്ഞുകൊണ്ട് അവരോട് പറയുന്നുണ്ട് തന്റെ മകന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ല. അവൻ വലിയൊരു കബഡി പ്ലെയർ ആണ്. ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അവനെ അവിടേക്ക് ഞാൻ കൊണ്ടുപോവുകയാണെന്ന്. പോലീസുകാരിൽ ഒരാളും അവനെ തിരിച്ചറിഞ്ഞു. ഇയാള് പറയുന്നത് സത്യമാണെന്നും അവൻ തമിഴ്നാട് സ്റ്റേറ്റ് ടീമിൽ കളിക്കുന്ന പയ്യനാണെന്നും പറയുന്നു. ഒടുവിൽ പോലീസുകാർ അവരുടെ സത്യം മനസ്സിലാക്കി അവരെ വെറുതെ വിട്ടു. അതിനിടെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തില് രണ്ടുപേർക്കും ഒരേ പോയിന്റ് കിട്ടിയത് കാരണം ഒന്നുകൂടി റീമാച്ച് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനും ഒരു തമിഴനായിരുന്നു. അയാൾ തന്റെ കോച്ചിനോട് പറയുന്നുണ്ട് ഇത്രയും നാളും അവസരം കൊടുക്കാതിരുന്ന കിട്ടനെ ഇന്നത്തെ മത്സരത്തിൽ ഇറക്കണമെന്ന്. എന്നാൽ കോച്ചിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ടീം ഈ ഒരു മത്സരം വിജയിക്കുമെന്ന്. കിട്ടനെ കബഡി പ്ലേയേഴ്സിന്റെ കൂട്ടത്തില് ബൈസൺ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ മത്സരത്തിൽ തോറ്റുകഴിഞ്ഞാൽ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ ചാടി ആത്മഹത്യ ചെയ്യുന്നവരെ വെല്ലുവിളിച്ചിട്ടാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ മത്സരം ആരംഭിച്ചു. ആദ്യത്തെ റൗണ്ടില് ഇന്ത്യയായിരുന്നു സ്കോർ ചെയ്തിരുന്നത്. രണ്ടാമത്തെ റൗണ്ടില് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഒരു ഘട്ടത്തില് ടീം ക്യാപ്റ്റനും നമ്മുടെ കിട്ടനും കളിയിൽ നിന്ന് ഔട്ടായി പുറത്തിരിക്കേണ്ടി വരുന്നു. ഒരു പോയിന്റ് എങ്ങനെയെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ആർക്കെങ്കിലും ഒരാൾക്ക് ഉള്ളിലേക്ക് തിരിച്ച് കയറാൻ പറ്റൂ. ഒടുവിൽ അവരുടെ ടീമിലെ അംഗം ഒരു പോയിന്റ് എടുത്തതോടുകൂടി ക്യാപ്റ്റനാകട്ടെ കിട്ടനോട് പറയുന്നുണ്ട് ഞാൻ പോകുന്നില്ല, നീ പോയിക്കൊള്ളാൻ. എന്നാൽ ഇത് കണ്ട് കോച്ച് ക്യാപ്റ്റനോട് വഴക്കുണ്ടാക്കുന്നു. അവനെ എന്തിനാ പറഞ്ഞു വിട്ടത്, നിനക്ക് കയറിക്കൂടായിരുന്നു എന്ന്. എന്നാൽ ആ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഞാനിത് പാകിസ്ഥാനോടുള്ള മാച്ചാണെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് കളിക്കുന്നത്. എന്നാൽ അവനാകട്ടെ ഒരുപാട് പേരോട് അവന്റെ കഴിവ് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. അവൻ ഇത്രയും കാലം കടന്നു വന്ന വഴികള് അത്രയധികം സാഹസികത നിറഞ്ഞതാണ്. അതുകൊണ്ട് അവന്റെ മനസ്സിൽ ആ ദേഷ്യം തന്നെ മതി ഈ ഒരു മത്സരം വിജയിക്കാൻ. ക്യാപ്റ്റന്റെ ആ വാക്കുകൾ സത്യമാക്കുന്ന രീതിയിൽ തന്നെ അവൻ നല്ലപോലെ കളിക്കുകയും ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ഈ കളികളെല്ലാം തന്നെ അവന്റെ നാട്ടിലെ ആൾക്കാര് ഒരുമിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. മാച്ച് വിജയിച്ച സന്തോഷത്തില് എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. വേലുസ്വാമിയും സുന്ദരവും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറി. അവരെല്ലാവരും ഒന്നിച്ചു. ഒടുവിൽ കിട്ടന് അർജുന അവാർഡും ലഭിച്ചു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.